ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബോക്സ് എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 2 ആണ്. സോ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. 500 ലൈക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഈ വീഡിയോക്ക് എന്ന് 500 ലൈക്സ് ആകുന്നു അപ്പോൾ നമ്മൾ തേർഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഷിനാറ്റ്സുവിനെ ടൈക്കിയുടെ ഫാമിലി അവരുടെ വീട്ടിൽ സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ടൈക്കിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ടൈക്കി തന്റെ റൂമിലിരുന്ന് പറയുന്നു, ഷിനാറ്റ്സു തന്റെ ഗ്രാജുവേഷൻ വരെ, അതായത് 2 വർഷം ഇവിടെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടൈക്കി അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഷിനാറ്റ്സ് വരുന്നു. ടൈക്കി, നിന്റെ അമ്മ പറഞ്ഞു നിനക്കിനി ബാത്റൂം യൂസ് ചെയ്യാമെന്ന്. ഷിനാറ്റ്സിനെ കണ്ട് ടൈക്കി പെട്ടെന്ന് തന്നെ ഒരു മാങ്ക എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു അവന്റെ അടുത്ത് വന്ന് ഇത് ഈ വീക്കിൽ റിലീസ് ചെയ്തതാണോ എന്ന് വളരെ ഇൻട്രസ്റ്റഡ് ആയി ചോദിക്കുന്നു. എന്റെ പ്രാക്ടീസ് കാരണം ഞാൻ ഈ വീക്കിലെ മാങ്ക വായിച്ചിട്ടില്ല. ഷിനാറ്റ്സു വളരെ ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ട് നെർവസ് ആയി ടൈക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ മാങ്ക എടുത്തോ. ഇത് കണ്ട് ഷിനാറ്റ്സു, താങ്ക് യു ടൈക്കി, ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ നെർവസ് ആയിരുന്നു, കാരണം എനിക്ക് ഇവിടെയുള്ള ആരെയും മുമ്പ് പരിചയമില്ല. ബട്ട് ഇപ്പോ നീ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ ആശ്വാസമാണ് എന്ന് പറഞ്ഞ് ഷിനാറ്റ്സു അവിടെ നിന്ന് പോകുന്നു. ശേഷം ടൈക്കി ബാത്റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ ബാത്റൂമിലേക്ക് കയറിയതും അവിടെ ഷിനാറ്റ്സു കുളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ എന്താ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം ടൈക്കി വളരെ എക്സൈറ്റഡ് ആയി പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് കണ്ടിക്കോ, എനിക്കറിയാം നീ നിന്റെ ക്രഷായ ഷിനാറ്റ്സുവിന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ടാണ് ഇത്ര എക്സൈറ്റഡ് ആകുന്നതെന്ന്. ബട്ട് ഒരു കാരണവശാലും മറ്റാരും ഇതറിയാൻ പാടില്ല. ഇത് കേട്ട് അതെന്തുകൊണ്ടാണെന്ന് ടൈക്കി ചോദിക്കുന്നു. നീ അങ്ങോട്ടൊന്ന് നോക്ക്. അപ്പൊ ടൈക്കി ഷിനാറ്റ്സിനെ നോക്കുന്നു. ഇത് കണ്ടിക്കോ, ചുറ്റും നോക്കാൻ പറയുന്നു. അവിടെ ടൈക്കിയെ പോലെ കുറെ പേർക്ക് ഷിനാറ്റ്സുവിനെ ഇഷ്ടമാണ്. ഇത് കണ്ട് ടൈക്കി വല്ലാണ്ടാവുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ഷിനാറ്റ്സു വളരെയധികം ഫേമസ് ആണ്. നീയും ഷിനാറ്റ്സും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അവർ അറിഞ്ഞാൽ നിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യും. ഇത് കേട്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നീ വളരെ ലക്കിയാണ്, കാരണം നിനക്ക് നിന്റെ ക്രഷിന്റെ കൂടെ താമസിക്കാൻ സാധിച്ചില്ലേ. മേ ബി നിനക്ക് അവളുടെ കൂടെ ഒരു ഡേറ്റിന് പോകാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയോ പറയുമ്പോൾ ഇത് കേട്ട് ടൈക്കി അത് നടക്കില്ല. ഷിനാറ്റ്സു ഇവിടെ നിൽക്കുന്നത് അവളുടെ ഡ്രീമിന് വേണ്ടിയാണ്. അവൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഈ സമ്മറിൽ ഞാൻ നാഷണൽസിൽ കളിച്ചിരിക്കും. ഇത് കേട്ടിക്കോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഞാനിപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അവളുടെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. ടൈക്കിയുടെ നാഷണൽസിൽ പോകണമെന്ന ആഗ്രഹം കേട്ടിക്കോ ഫസ്റ്റ് ഇയറിൽ ആകെ കുറച്ച് പേർക്ക് മാത്രമേ നാഷണൽസിൽ കളിക്കാൻ സാധിക്കൂ. നിന്റെ കറന്റ് ലെവൽ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ടൈക്കി, മേ ബി നീ പറയുന്നത് ശരിയായിരിക്കും, ബട്ട് ട്രൈ ചെയ്യുന്നതിൽ നിന്ന് എന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. ദെൻ ടൈക്കി ഒരു റൗണ്ട് കൂടി കളിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ടിക്കോ റെസ്റ്റും പ്രാക്ടീസിൽ ആവശ്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ദെൻ അവിടെ ഹീന വരുന്നു. ഹീന നോക്കുമ്പോൾ ടൈക്കി വേറൊരാളുടെ കൂടെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് കണ്ട് ഹീന ക്യോനോട് ചോദിക്കുന്നു, ടൈക്കി ഓൾറെഡി പ്രാക്ടീസ് ചെയ്തതല്ലേ. ഇത് കേട്ടിക്കോ ടൈക്കിയുടെ ലക്ഷ്യം ഈ വർഷത്തെ നാഷണൽസിൽ പോകണമെന്നാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കേട്ട് ഹീന, നിനക്ക് തോന്നുന്നുണ്ടോ അവനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന്. ഇത് കേട്ടിക്കോ ടൈക്കിയെ നോക്കി അവസാനം ആരാണോ അവരുടെ സെൽഫിനെ വിശ്വസിക്കുന്നത് അവരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അവിടുന്ന് കട്ട് ചെയ്ത ടൈക്കി തന്റെ വീട്ടിലിരുന്ന് അവനെ കൊണ്ട് പറ്റുന്നതിലും മാക്സിമം എക്സസൈസ് ചെയ്യുന്നു. ദെൻ ടൈക്കി അവൻ ഇന്ന് കളിച്ച മാച്ചിന്റെ വീഡിയോ നോക്കുന്നു. ഞാൻ ഇനിയും പ്രാക്ടീസ് ചെയ്യണം, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്റെ നാഷണൽസിൽ പോവുക എന്ന ഡ്രീമായി തന്നെ ഇരിക്കും. ഇങ്ങനെ ടൈക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഷിനാറ്റ്സു വരുന്നു. ടൈക്കി ഫോണിൽ എന്തോ കാണുന്നത് കണ്ട് അതെന്താണെന്ന് ഷിനാറ്റ്സു ടൈക്കിയോട് ചോദിക്കുന്നു. ഇതൊന്നുമില്ല, ഞാനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ആരോ വീഡിയോ എടുത്തു, സോ ഞാനത് നോക്കുകയായിരുന്നു. ഇത് കേട്ടതും ഷിനാറ്റ്സു തനിക്കും അത് കാണണമെന്ന് പറയുന്നു. ഇത് കേട്ട് ടൈക്കി ആദ്യം ഇതിന് സമ്മതിക്കുന്നില്ല. പിന്നെ ഷിനാറ്റ്സുവിന്റെ നിർബന്ധം കാരണം അവൻ അതിന് സമ്മതിക്കുന്നു. വീഡിയോ കണ്ട് ഷിനാറ്റ്സു ടൈക്കിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ടൈക്കി, ഞാൻ ഇപ്പോഴും വളരെയധികം സ്ലോ ആണ്, ഞാൻ ഇതിലും ക്വിക്കായി മൂവ് ചെയ്തില്ലെങ്കിൽ എന്റെ ഷോട്ടിന്റെ ആക്യുറസി കുറയും. എനിക്ക് ഷട്ടിലിനെ ചേസ് ചെയ്ത് അടിക്കുന്നതിൽ ഉപരി അതിനെ ഈസിയായി അടിക്കാൻ സാധിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരിക്കലും നാഷണൽസിൽ കളിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ടൈക്കി തന്നെ നാഷണൽസിൽ പോകണമെന്ന ആഗ്രഹം അറിയാതെ ഷിനാറ്റ്സിനോട് പറയുന്നു. ഇത് കേട്ട് ഷിനാറ്റ്സു, നാഷണൽസോ? പെട്ടെന്ന് ടൈക്കി, അതൊന്നുമില്ല, ഞാൻ ഈ കാര്യം എനിക്ക് നാഷണൽസിൽ പോകാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ പറയാനിരുന്നതാണ് എന്ന് ടൈക്കി തന്റെ മനസ്സിൽ പറയുന്നു. പെട്ടെന്ന് ഷിനാറ്റ്സു, നീ പറഞ്ഞു നിനക്ക് നാഷണൽസിൽ പോകണമെന്ന്. ഇത് കേട്ട് ടൈക്കി, അങ്ങനെയല്ല, ഈവൻ നീ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് നാഷണൽസിൽ പോകാൻ ആഗ്രഹമില്ലേ. ഇങ്ങനെ ഷിനാറ്റ്സു പറഞ്ഞതും അവൻ അത് സമ്മതിക്കുന്നു. ഓക്കെ, ഞാൻ നാഷണൽസിൽ കളിക്കാം, ഞാൻ എന്താ അവളുടെ മുമ്പിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ദെൻ ഷിനാറ്റ്സു താനിപ്പോ വരാമെന്ന് പറഞ്ഞ് എന്തോ എടുക്കാൻ പോകുന്നു. അതൊരു ഗുഡ് ലക്ക് ബ്രേസ്ലെറ്റ് ആയിരുന്നു. ഞാൻ ജപ്പാനിൽ നിൽക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇത് കേട്ട് ടൈക്കി വളരെ എക്സൈറ്റഡ് ആയി അത് വാങ്ങി തന്റെ കാലിൽ അണിയാൻ ശ്രമിക്കുന്നു. ഇത് ഷിനാറ്റ്സുവിന്റെ ഗിഫ്റ്റ് ആണ്, അതും ഷിനാറ്റ്സു തന്റെ കൈ കൊണ്ടുണ്ടാക്കിയത്. ഇത് ഞാൻ ജീവിതകാലം മുഴുവനും സൂക്ഷിക്കും. ഇങ്ങനെ ടൈക്കി അത് ടൈറ്റ് ആയി കെട്ടുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു, നീ നിന്റെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് പറഞ്ഞ് ഷിനാറ്റ്സു അവൻ കെട്ടിയത് അയച്ച് അവൻ ആ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നു. ടൈക്കി, നീ എന്തൊക്കെ സംഭവിച്ചാലും നാഷണൽസിൽ കളിക്കണം. ദെൻ ബ്രേസ്ലെറ്റ് കെട്ടിയതിനു ശേഷം ഷിനാറ്റ്സു അവളുടെ കാലിൽ ഉണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് കാണിച്ച് നമ്മൾ രണ്ടുപേരും ഇപ്പൊ മാച്ചിങ് ആണെന്ന് പറയുന്നു. ദെൻ ഷിനാറ്റ്സു അവിടെ നിന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു. ഷിനാറ്റ്സു പോയതിനു ശേഷം ടൈക്കി, ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം, എന്റെ കയ്യിൽ ഇപ്പോ ഈ ബ്രേസ്ലെറ്റും ഉണ്ട്. ഇവൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഇവളുടെ മുമ്പിൽ ഇല്ലാതെയാകും.
ദെൻ ടൈക്കി ഒരു തീരുമാനമെടുക്കുന്നു. അവൻ എപ്പോഴെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചിന്ത വന്നാൽ ടൈക്കി 30 സിറ്റപ്സ് എടുക്കണം. അടുത്ത ദിവസം രാവിലെ ടൈക്കി പതിവിലും നേരത്തെ ജിമ്മിൽ പോകാൻ റെഡിയാകുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു, നീ സ്പ്രിംഗ് ബ്രേക്കിൽ ഇത്ര നേരത്തെ എന്തിനാണ് പോകുന്നത്? ഞാൻ ജൂനിയർ ആണ്, അതുകൊണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ട് ഷിനാറ്റ്സു അവനോട് ടേക്ക് കെയർ എന്ന് പറയുന്നു. പുറത്തു വന്ന് ടൈക്കി, ഇത് ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതുപോലെയുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ ജിമ്മിൽ ടൈക്കിയെ കണ്ട് ഹീന, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ടൈക്കി തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി സിറ്റപ്സ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഹീന, നിനക്കും ആ സീനിയർ ബാസ്കറ്റ്ബോൾ ടീമിലെ പെൺകുട്ടിക്കും ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇത് കേട്ട് പ്രാക്ടീസ് ചെയ്ത് ടൈക്കിയുടെ മുഖം അവന്റെ മുട്ടിൽ കൂട്ടിയിടിക്കുന്നു. ദെൻ അവിടെ നിന്ന് ടൈക്കി എണീറ്റ് പോകുന്നു. പുറകിൽ ഹീനയും ഉണ്ട്. ഹീന, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? നിനക്ക് അവളുടെ ഫോണിന്റെ പാസ്വേഡ് കിട്ടിയോ? ഇങ്ങനെ ഹീന ടൈക്കിയെ വിടാതെ ശല്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് ഹീന അറിഞ്ഞാൽ അതിലും മോശമായ കാര്യം വേറെയില്ല. ഇങ്ങനെ ഹീന ഇതറിഞ്ഞാലുണ്ടാകുന്ന പോസിബിലിറ്റീസ് ആലോചിച്ച് ടൈക്കി ടെൻഷൻ ആകുന്നു. എനിക്കിത് എങ്ങനെയെങ്കിലും സീക്രട്ട് ആയി തന്നെ വെക്കണം. ഇങ്ങനെ ടൈക്കി വരുമ്പോൾ അവൻ ഷിനാറ്റ്സുനെ കാണുന്നു. ടൈക്കിയെ കണ്ട് ഷിനാറ്റ്സു തന്റെ ബാഗിൽ നിന്ന് ടൈക്കിയുടെ പേഴ്സ് എടുത്ത്, നീ ഇത് വീട്ടിൽ വെച്ച് മറന്നു. ഇത് ടെൻഷനായി ടൈക്കി അലറി, ഓ ഞാനിത് എവിടെ വെച്ച് മറന്നു? ഇത് കണ്ടുപിടിച്ചതിന് നന്ദി. ടൈക്കി തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഹീന പുറകിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് മനസ്സിലായിട്ടാണോ എന്നറിയില്ല. ഷിനാറ്റ്സു യു ആർ വെൽക്കം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ദെൻ ഹീന അവന്റെ അടുത്ത് വന്ന്, നീ അവസാനം അവളോട് സംസാരിച്ചു, എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട്. ഇവിടെ ടൈക്കി നടന്ന കാര്യങ്ങളൊക്കെ ക്യോനോട് പറയുന്നു. ഇത് കേട്ട് ക്യോ, നീ ആദ്യമേ അവളോട് പറയണമായിരുന്നു, നിങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് സീക്രട്ടായി വെക്കണമെന്ന്. ഇത് കേട്ട് ടൈക്കി, ശരിയാണ്, ബട്ട് എനിക്കത് പറയാൻ സാധിച്ചില്ല. നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. പെട്ടെന്നൊരു ദിവസം നീ അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. നീ എന്തുകൊണ്ടാണ് അവളെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവൾക്കറിയില്ല. ഇത് കാരണം അവൾ കരുതും നിനക്ക് അവളുടെ കൂടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെന്ന്. ഇതിലും വേഴ്സ്റ്റ് സിനാരിയോ എന്താണെന്നാൽ അവൾ കരുതും അവൾ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാകില്ല എന്ന്. ഇതൊക്കെ കേട്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. അപ്പോൾ അവിടെ ഒരു വ്യക്തി വന്ന് അവരോട് ചെയർ എടുക്കാൻ സഹായം ചോദിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ അവിടെ ഷിനാറ്റ്സുവും ഹീനയും വരുന്നു. ഇത് കണ്ട് അദ്ദേഹം അവരെയും വിളിക്കുന്നു. ഇങ്ങനെ അവർ ജോലി തുടങ്ങുന്നു. ഷിനാറ്റ്സു 2 ചെയർ എടുത്തത് കണ്ട് ടൈക്കി, ഞാൻ വേണമെങ്കിൽ ഒരു ചെയർ പിടിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട് ഷിനാറ്റ്സു അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഷിനാറ്റ്സു അങ്ങനെ പറഞ്ഞത് കേട്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. ഞാൻ വിചാരിച്ചതിലും ദേഷ്യത്തിലാണല്ലോ അവൾ. നെർവസ് ആയി നിൽക്കുന്ന ടൈക്കിയെ കണ്ട് ഹീന അവന് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ ഇവർ പോകുമ്പോൾ ഹീന ഷിനാറ്റ്സിനോട് സംസാരിക്കുന്നു. ഹീന ഷിനാറ്റ്സിനോട് തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊരു ടൈക്കി ഷോക്ക് ആവുന്നു. അതിന് മറുപടിയായി ഷിനാറ്റ്സു ഇല്ലെന്ന് പറയുന്നു. ഇത് കണ്ട് ടൈക്കി ക്യോനോട് ഇന്ന് കണ്ട ഒരു സീനിയറോട് തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇവൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് കേട്ടിക്കോ അവൾ ജിംനാസ്റ്റിക് ടീമിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് ടൈക്കി, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഹീന വീണ്ടും, അപ്പൊ നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ വേണ്ടേ? ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് വീട്ടിൽ പോകാം, അവരുടെ കൂടെ പുറത്തു പോകാം. ഇത് കേട്ട് ഷിനാറ്റ്സു, ഇപ്പൊ എന്റെ ഫോക്കസ് മുഴുവനും ബാസ്കറ്റ് ബോളിൽ മാത്രമാണ്. ഇത് കേട്ട് ഹീന ടൈക്കിയെ നോക്കുന്നു. ഇത് കേട്ട് ടൈക്കി, എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു അവൾ അങ്ങനെ പറയുമെന്ന്. ദെൻ അവർ ചെയർ ഒരു സ്ഥലത്ത് വെക്കുന്നു. അപ്പൊ ഒരു വ്യക്തി വന്ന് ടൈക്കിയോട് സംസാരിക്കുന്നു. അദ്ദേഹം ടൈക്കിയുടെ കോച്ച് അവനെ പറ്റി പറഞ്ഞ കാര്യം പറയുന്നു. കോച്ച് യൂസ, നിന്നെ പറ്റി വളരെ നല്ല അഭിപ്രായമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പൊ മുമ്പത്തേക്കാൾ നല്ല പോലെ ഇംപ്രൂവ് ആകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഇപ്പോഴുള്ള ലെവൽ വെച്ച് നിനക്കൊരു ഹൈസ്കൂൾ ലെവലുള്ളവരുമായി മത്സരിക്കാൻ സാധിക്കുമെന്ന്. ഈ വരുന്ന നാഷണൽ പ്രിലിമിനറീസിൽ നീ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഇത് കേട്ട് വളരെ സന്തോഷത്തിൽ ടൈക്കി, ഷിനാറ്റ്സു നിങ്ങളിത് കേട്ടോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നു. ബട്ട് ഷിനാറ്റ്സു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. ഷിനാറ്റ്സു പോകുന്നത് കണ്ട് സാഡായി നിൽക്കുന്ന ടൈക്കിയെ കണ്ട് ഹീന, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ക്യോനോട് ചോദിക്കുന്നു. ഇത് എടുക്കോ, എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും നല്ലൊരു കപ്പിൾ ആകുമെന്ന്. ഇത് കേട്ട് എന്തോ നെട്ടിയതുപോലെ ഹീന നിൽക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ടൈക്കി വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോഴും ടൈക്കി ഷിനാറ്റ്സിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ ടൈക്കി നോക്കുമ്പോൾ ഷിനാറ്റ്സ് താഴെ വീകുന്നു. ഇത് കണ്ട് ടൈക്കിക്ക് ഷിനാറ്റ്സിന്റെ അടുത്ത് പോകണമെന്നുണ്ട്. ബട്ട് അവിടെ ക്യോ വന്ന്, നിനക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ബട്ട് നിനക്കിപ്പോ അവളോടൊന്നും സംസാരിക്കാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആണ്. ക്യോ പറഞ്ഞത് കേട്ട് ടൈക്കി അവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെ ഷിനാറ്റ്സു പ്രാക്ടീസിന് ശേഷം തന്റെ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ടൈക്കി വരുന്നു. അവൻ ഷിനാറ്റ്സിനോട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഇപ്പൊ കുഴപ്പമില്ലെന്ന് ഷിനാറ്റ്സ് പറയുന്നു. നമ്മളിപ്പോ സ്ട്രേഞ്ചേഴ്സ് ആയി ആക്ട് ചെയ്യുകയല്ലേ? ഇത് ടൈക്കി, ഐ ആം സോറി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് സ്കൂളിലുള്ളവർ അറിഞ്ഞാൽ അവർ നമ്മളെ പറ്റി കുറെ റൂമേഴ്സ് സ്കൂൾ മുഴുവനും സ്പ്രെഡ് ചെയ്യും. ഇത് കാരണം നമുക്ക് പതിവ് പോലെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് ഷിനാറ്റ്സു, അപ്പൊ ഇതാണോ റീസൺ? ഇത് ടൈക്കി, വേറെന്ത് റീസണാ വേണ്ടത്? ഞാൻ കരുതി നിനക്ക് ജിംനാസ്റ്റിക് ടീമിലെ പെൺകുട്ടി ഇഷ്ടമാണെന്ന്. ഷിനാറ്റ്സ് പറയുന്നത് ഹീനയെ പറ്റിയാണ്. ഇത് കേട്ട് ടൈക്കി ഷോക്ക് ആവുന്നു. കാരണം ഞാൻ അവളുടെ മുമ്പിൽ വന്നപ്പോഴാണ് നീ അങ്ങനെ ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ ഞാൻ കരുതി നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി നമ്മളൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ റെന്റിന് താമസിക്കാൻ വരെ തീരുമാനിച്ചു. ഇതൊക്കെ കേട്ട് ടൈക്കി ചിരിക്കുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് അവിടെ വന്ന ഹീന കാണുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ കോച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാഷണൽ പ്രിലിമിനറീസ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അടുത്ത വീക്ക് തൊട്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ മാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്നായിരിക്കും നമ്മൾ ടീം മെമ്പേഴ്സിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ കേട്ട് ക്യോ ടൈക്കിയോട് പറയുന്നു, ടൈക്കി, നാഷണൽസ് വളരെയധികം ദൂരെയാണ്,
ഒരു സ്റ്റാർട്ടിംഗ് പ്ലെയർ ആകണമെങ്കിൽ ആദ്യം റീജിയണൽ പ്രിലിമിനറീസിൽ ടോപ്പ് 16 ക്വാളിഫൈ ആകണം. ദെൻ പ്രീഫെക്ചറൽ ക്വാളിഫയേഴ്സിൽ ടോപ്പ് 2 എത്തണം. അറ്റ്ലീസ്റ്റ് നീ സെക്കൻഡ് ഇയറിലുള്ള ഹാരിയോനെ ഡിഫീറ്റ് ചെയ്യണം. അവൻ കഴിഞ്ഞ തവണ പ്രീഫെക്ചറൽ ക്വാളിഫയേഴ്സിൽ 3rd ആണ്. ഇതൊക്കെ കേട്ട് ടൈക്കി, അപ്പൊ ഞാൻ ഹാരിയോനെ ഡിഫീറ്റ് ചെയ്താൽ എനിക്ക് നാഷണൽസിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടിക്കോ, നിന്റെ ഇതുവരെയുള്ള റെക്കോർഡ് എന്താണെന്ന് ടൈക്കിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ടൈക്കി അത് മാത്രം ചോദിക്കരുതെന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കെ ടൈക്കി നോക്കുമ്പോൾ അവിടെ കുറെ ആളുകൾ അവരെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ടിക്കോ, അവർ അവിടെ വന്നിരിക്കുന്നത് പുതിയ പ്ലേയേഴ്സിന്റെ കളി കാണാൻ വേണ്ടിയാണ്. ബട്ട് അതിൽ കുറച്ച് ആളുകൾക്ക് വേറെ മോട്ടീവും ഉണ്ട്. ഇതിൽ കുറച്ച് ആളുകൾ ഷിനാൻസിനെ കാണാനും മറ്റു ചിലർ ഹീനയെ കാണാനും വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹീനയുടെ കോച്ച് ഹീനയെ വല്ലാതെ അഭിനന്ദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള 2 പെൺകുട്ടികൾ പറയുന്നുണ്ട് ഹീന നാഷണൽസിൽ 4th ആണെന്നും ഹീനയുടെ അച്ഛൻ ജപ്പാൻ നാഷണൽ ജിംനാസ്റ്റിക് ടീമിലെ മെമ്പർ ആയിരുന്നുവെന്നും. ടൈക്കിയും ക്യോയും ഹീനയെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതുകൊണ്ട് ഹീന എന്നെ നോക്കുന്നതിന് 2000 yen വേണമെന്ന് പറയുന്നു. ഇതൊരു ടൈക്കി, ഇത്രയും പൈസ ആര് നിനക്ക് തരാൻ പോകുന്നത്? ഇത് കേട്ട് ഹീന, എനിക്കറിയാം, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കുന്നതെന്ന്. ഇങ്ങനെ ടൈക്കി നോക്കുമ്പോൾ ഷിനാൻസുനെ അവൻ കാണുന്നു. ഷിനാൻസുനെ കണ്ടതും പ്രാക്ടീസ് ചെയ്യാൻ ടൈമായെന്ന് പറഞ്ഞ് ടൈക്കി അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ടൈക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടൈക്കി ഷിനാൻസുനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പൊ അവിടെ ഹീന വരുന്നു. ഹീനെ കണ്ട് ടൈക്കി, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്റെ വീട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഇത് കേട്ട് ഹീന, അതെ, അസൂം ഏരിയയിൽ പുതിയൊരു ഫേമസ് കൈറോപ്രാക്ടർ വന്നിട്ടുണ്ട്, ഞാൻ അവിടേക്കാണ് പോകുന്നത്. ഇത് ഒരു ടൈക്കി വളരെ കാഷ്വലായി അതെന്റെ വീടിന്റെ അടുത്താണെന്ന് പറയുന്നു. പെട്ടെന്നാണ് ടൈക്കി ഷിനാൻസിനെ പറ്റി ഓർക്കുന്നത്. പോകുന്ന വഴിക്ക് ഹീന ഷിനാൻസു തന്റെ വീട്ടിൽ കയറുന്നത് കണ്ടാൽ എന്ത് സംഭവിക്കും? എനിക്ക് എത്രയും പെട്ടെന്ന് ഹീനയെ കൊണ്ടുപോകണം. ഷിനാൻസു ഇപ്പോഴും സ്കൂളിലായിരിക്കും. പെട്ടെന്ന് ടൈക്കി ഹീനയോട് പോകാമെന്ന് പറയുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഹീന അവിടെയുള്ള ഡോഗിനെ നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ഹീന ഒരു ഷോപ്പിന് മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ഫുഡ് ഓരോന്നായി നോക്കുന്നു. ഇതൊക്കെ കണ്ട് ടൈക്കി വല്ലാണ്ട് ടെൻഷൻ ആകുന്നു. കാരണം ടൈക്കിക്ക് വേസ്റ്റ് ചെയ്യാൻ ഒട്ടും ടൈമില്ല. ഹീന അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ടൈക്കി, നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് വാങ്ങിത്തരാം എന്ന് പറയുന്നു. അപ്പൊ ഹീന അത് വേണ്ടെന്ന് പറയുന്നു. ഹീനയുടെ ഫേസ് കണ്ട് ടൈക്കി, ബട്ട് ഫേസ് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. ഇത് കേട്ട് ഹീന, ഞാൻ ഇത് കഴിച്ചാൽ എന്റെ കലോറി കൂടാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു 100 ഗ്രാം വെയിറ്റ് ഗെയിൻ ചെയ്താൽ എന്റെ മൂവ്മെന്റ്സിന് ഫ്ലോ ഉണ്ടാവില്ല. ഇതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാകും. ഇതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറഞ്ഞ് ഹീന ടൈക്കിയെ നോക്കുമ്പോൾ ടൈക്കി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷനായി നിൽക്കുന്നു. ഇതുകൊണ്ട് ഹീന, നിനക്ക് എന്ത് പറ്റി? ഞാൻ ആലോചിക്കുകയായിരുന്നു, നീ വളരെ കൂളാണ്. നിന്നെ കാണുമ്പോൾ നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നുന്നില്ല. ബട്ട് എനിക്കറിയാം നീ എത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്ന്. ഹീന, നീ വളരെയധികം കൂളാണ്. ഇതൊക്കെ കേട്ട് ഹീനക്കും സന്തോഷമാകുന്നുണ്ട്. പെട്ടെന്ന് ഹീന തന്റെ ക്യാരക്ടറിലേക്ക് വരുന്നു. നീ ഇപ്പോ എന്നെ നോക്കി സെന്റിമെന്റലായി സംസാരിച്ചതാണോ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട് ടൈക്കി അവിടെ നിന്ന് പോകുന്നു. പുറകിൽ നിന്ന് ഹീന, നീയും വളരെ കൂളാണ് ടൈക്കി, നീ നിനക്ക് പറ്റുന്ന പോലെ അവളോട് സംസാരിച്ചില്ലേ? ഇങ്ങനെ ഇവർ സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ടൈക്കി പുറകിലേക്ക് നോക്കുമ്പോൾ ഷിനാൻസു ഹാരിയുടെ കൂടെ വളരെ ഹാപ്പിയായി സംസാരിച്ചു വരുന്നു. ഇതുകൊണ്ട് ടൈക്കി ടെൻഷൻ ആകുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.